ഇന്നും വലിയ വാർത്തയാകുന്നത് കണ്ണൂരിൽ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം തന്നെയാണ്. വീണ ജോർജിന് പരിക്കേറ്റതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര് മുറുകുകയാണ്. മന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ആക്രമണം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നുമാണ് CPMന്റെ ഈ വിഷയത്തിലുള്ള ആരോപണം. MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ ആ ആരോപണവും ശക്തമായി ഉന്നയിക്കുകയാണ്. പ്രതികരണം കേട്ടതിന് ശേഷം തിരിച്ചെത്താം. വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറെ പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ. അപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDFകാർ തീരുമാനിച്ചിട്ടുള്ളത്. UDFകാർ എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിൻ്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പം ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പോലീസ് കൃത്യമായി ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു എന്നുള്ളതും ദൃശ്യങ്ങളിൽ എവിടെയും ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അല്ല, അത് പറയുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി ആക്രമണം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നെ ദൃശ്യം നിങ്ങൾ നോക്കിയാൽ മതി. നല്ലപോലെ സൂക്ഷിച്ച് ദൃശ്യം നോക്കുക, അപ്പോൾ മനസ്സിലാവും. ശരി, പറഞ്ഞു. എന്താ ചോദിക്കാൻ കാരണം? അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ മുഴുവൻ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സംഭവം നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോലീസ് വീഴ്ച ഉള്ളതുകൊണ്ടാണോ സംഭവം നടക്കുന്നത്? ഇത് ബോധപൂർവ്വം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നടത്തുള്ളത്. ക്രിമിനലിസമാണ് സംഘടിപ്പിക്കുന്നത്. ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിവിലിരുന്ന് കയറി വരികയാണ്. ഒന്നാമത്തെ വെച്ച് വന്നു, രണ്ടാമത്തെ വെച്ച് വന്നു. അങ്ങനെ 2 പേജായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ ആക്രമിക്കാൻ അത് അവിടെ പരിശോധിച്ചോട്ടെ, ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. അത് വിട്ടു. ഒരു വെല്ലുവിളി വിളിക്കാനില്ല. വെല്ലുവിളി വിളിക്കാൻ, അതായത് ദൃശ്യങ്ങൾ നമ്മളെന്തിനാണ് വരച്ചു വെക്കുന്നത്? എല്ലാവരും കണ്ടതാണല്ലോ. പകൽ വെളിച്ചം പോലെ ആക്രമിക്കുന്നതിന്റെ കാര്യം മുഴുവൻ ആളും കണ്ടതല്ലേ, മനസ്സിലാക്കിയല്ലേ? പിന്നെ അതിന്റെ ഭാഗം നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല. അത് ഞാനല്ലല്ലോ വ്യക്തത ഉണ്ടാക്കേണ്ടത്. അതവിടെ പരിശോധിക്കട്ടെ. കേസെടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് കിടക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം കളവേ പറയും. കളവ് മാത്രം പറയാനൊരു ജാഥ, നുണജാഥ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. കളവ് പറയാൻ വേണ്ടിയാണ് VD സതീശന്റെ ജാഥ എന്ന് പറയുന്നു. അവിടെ ഒരു വധശ്രമമാണ് നടന്നത് എന്ന തരത്തിലാണ് CPM ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ മന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ പോയിട്ട് പോലുമില്ല. കറുത്ത ഷർട്ടുകാരൻ എന്ന് ആരോപിക്കുന്നയാൾ മന്ത്രിയുടെ ഗൺമാൻ ആണെന്നാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള മറുപടി. എന്തായാലും ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു, 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കും. ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുന്ന വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അവർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം ആക്രമണം നടത്തിയാണ്. ആരോഗ്യമന്ത്രിക്ക്
KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല, യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായൊരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ എല്ലാവരും കണ്ടില്ലേ, വനിതാ പോലീസ് അടക്കമുള്ളവരാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആകെ 4-5 KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കരിങ്കൊടി കാണിച്ചിട്ട് അവർ വളരെ സുഖമായി നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ആളിനെ അപ്പോഴാണ് ഫോൺ വരുന്നത്. സ്പീക്കറാണ് വിശദീകരിക്കുന്നത് ഇവർക്ക് പരിക്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വിളിച്ചു കൊടുക്കും, മുഖ്യമന്ത്രി ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ കേരളം? പണ്ടൊക്കെ CPM-ന് ഇത്തരം കള്ള പ്രചാരവേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യമന്ത്രി തമ്മിൽ മത്സരമാണ് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും അഭിനയിക്കുകയാണ്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും ഒരു KSU പ്രവർത്തകനോ അവരുടെ അടുത്തേലെത്തിയോ? അവരല്ലേ, മന്ത്രിയല്ലേ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ ചുറ്റും ഒരു 40 പോലീസുകാരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ ഗോവിന്ദൻ മാസ്റ്റർ നാട് നീളെ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സ്പീക്കർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ സ്പീക്കർക്ക് രാഷ്ട്രീയമില്ലാത്ത ആളാണ്, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരാളാണ്. അതൊക്കെ ആ സ്പീക്കർഷിപ്പിന്റെ ഒരു പദവിയുടെ വില കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇത് ഒരു അഭിനയം എന്ന നിലയിൽ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് പരിക്കേറ്റതിന് പിന്നാലെ പലയിടത്തും സംഘർഷമുണ്ടായി. കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കഴുത്തിന് ക്ഷതമേറ്റ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട്. മന്ത്രി ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തുടരും. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവും VV വിനോദും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഇന്നലെ തുടങ്ങിയ അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത് കണ്ണൂരിലാണ് താനും. എന്താണ് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ? വ്യാപക അക്രമങ്ങളാണോ നടക്കുന്നത്? അതോടൊപ്പം തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രേണുക, ഒട്ടനവധി സംഭവ വികാസങ്ങളാണ് മന്ത്രിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടരെ ഉണ്ടായത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം മുൻപ് രേണുക സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് മന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അപ്പോഴും കഴുത്തിന് പുറകിൽ വേദന ഉണ്ട്, അവിടെ ക്ഷതമുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി അതിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഈ KSU പ്രവർത്തകർ ആക്രമിച്ചിട്ടാണോ എന്നതിന് ഇതുവരെയായി ഒരു സ്ഥിരീകരണമില്ല. മാത്രമല്ല, ഈ സംഭവത്തിൽ മന്ത്രി ഇന്നുകൂടി ആശുപത്രിയിൽ തുടരണമെന്നാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞത്. അതിനുശേഷം നാളെയായിരിക്കും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുകയും അതിനുശേഷം ഇനി തുടർ ചികിത്സയും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച ഒരു തീരുമാനമാവും. ഏതായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ മന്ത്രി ഇന്ന് തുടരും. മന്ത്രിയുടെ ആരോഗ്യനിലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ അതേസമയത്ത് തന്നെ നേരിയ ക്ഷതമുണ്ട്. അതായത് കഴുത്തിന് പുറത്തും അതുപോലെ തന്നെ കൈയും ഒരു മരവിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കടുത്ത വേദന എന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തുടരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക സൂചിപ്പിച്ചത്
ചെയ്തത് തന്നെയാണ് 5 KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഇവർ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇവർക്കെതിരെ ഗുരുതര ആരോപണമാണ്. FIR വായിച്ചു നോക്കിയാൽ ഗുരുതരമായ ആരോപണമാണ് ഇവർക്കെതിരെ ഉള്ളത്. അതായത് KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർ ആണ് ഈ കേസിൽ പ്രതികൾ. ഇവർ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ മന്ത്രിക്കരികിലെത്തി, അതും ആയുധവുമായി, ഏത് ആയുധമെന്ന് FIR-ൽ പറയുന്നില്ല, ഏതോ ഒരു ആയുധവുമായി ഇവർ എത്തി കൊല്ലട എന്ന് ആക്രോശിച്ചു. ഇതാണ് FIR-ലുള്ള വാചകം. അങ്ങനെ തന്നെ FIR-ൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എത്തി ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. ഇങ്ങനെ 5 KSU പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. പുലർച്ചെ 2 മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയും ഇവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൂടാതെ AKG ആശുപത്രിക്ക് സമീപം യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയിരുന്നു. മാത്രമല്ല ഈ വാഹനത്തിന്റെ, മന്ത്രിയുടെ വാഹനത്തിന്റെ ഫ്ലാഗ് പോസ്റ്റ് അത് തകർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 10 യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ നടപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.